നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടിയും വളരെ ഗൗരവത്തോടെയാണ് അണികളെല്ലാവരും കാണുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാട്ടാക്കടയിൽ വന്നപ്പോൾ നടത്തിയ പ്രസംഗത്തിനിടയിൽ വെച്ചായിരുന്നു പ്രധാനമന്ത്രി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കരിവന്നൂർ അഴിമതി കേസ് ഇടത്തുകൊള്ളയുടെ ഉദാഹരണമാണെന്നും ബാങ്ക് CPMകാർ കാലിയാക്കിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച മോദി കരിവന്നൂർ സഹകരണ ബാങ്ക് അഴിമതി കേസിലെ കുറിച്ച് ആവർത്തിച്ച് പറയുകയുണ്ടായി. ഇടതിന്റെ കൊള്ളയുടെ ഉദാഹരണമാണ് ഈ അഴിമതി എന്നാണ് പ്രധാനമന്ത്രി വിമർശിച്ചത്. ഏത് ബാങ്കിലാണോ പാവപ്പെട്ടവൻ അധ്വാനിച്ചുണ്ടാക്കിയ രൂപ നിക്ഷേപിച്ചത്, ആ ബാങ്ക് CPMകാർ കൊള്ള ചെയ്ത് കാലിയാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. കരിവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ ഏതറ്റം വരെയും പോകുമെന്നും മോദി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 10 വർഷം കണ്ടത് വികസനത്തിന്റെ ട്രെയിലർ മാത്രമാണ്. ഇനി കാണാൻ പോകുന്നതാണ് സിനിമ. ഇടത് വലത്ത് മുന്നണികൾ സംസ്ഥാനത്തെ പുറകോട്ട് വലിക്കുകയാണ്. കേരളത്തിൽ ആക്രമണം സാധാരണ സംഭവമായി തുടങ്ങിയിട്ടുണ്ട്. കേരള സർക്കാരിന് അഴിമതിയിലാണ് താല്പര്യം. എവിടെയെങ്കിലും ഇടത്ത് ഭരിച്ചാൽ ഇടത്തും ഒന്നും ഉണ്ടാകില്ല, വലത്തും ഒന്നും ഉണ്ടാകില്ല. കേരളത്തിലെ കോളേജ് ക്യാമ്പസുകളിൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി ജനങ്ങളുടെ പൈസ കൊള്ള ചെയ്യാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്, മോദി രൂക്ഷമായി വിമർശിച്ചു. ഇതോടൊപ്പം മോദിയുടെ ഗ്യാരണ്ടി ആവർത്തിക്കാനും അദ്ദേഹം മറന്നില്ല. മോദിയുടെ ഗ്യാരണ്ടി രാജ്യത്തിന്റെ വികസനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഈ തിരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കും. BJP സർക്കാർ രാജ്യത്തെ കരുത്തുള്ള രാജ്യമാക്കി കഴിഞ്ഞു. അടുത്ത 5 വർഷത്തിനകം വികസനത്തിന്റെ കുതിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ഉൾപ്പെടെ കൊണ്ടുവരുമെന്നും മോദി പറഞ്ഞു. ഒപ്പം കേരളത്തിൽ നിന്ന് MP വേണമെന്നും കേരളത്തിൽ പുതിയ തുടക്കം വരികയാണെന്നും ഇത് കേരളത്തിന്റെ വികസന തുടക്കമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഈ വിമർശനങ്ങൾക്കെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എല്ലാവർക്കും മോഹം ഉണ്ടാകുമെങ്കിലും എന്നാൽ ഒന്നും നടക്കില്ലെന്ന് കേരളത്തിൽ നിന്ന് MP വേണമെന്ന മോദിയുടെ പരാമർശത്തിന് മറുപടിയായി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മരീച വേഷത്തിൽ വന്ന് കേരളത്തെ മോഹിപ്പിക്കാമെന്ന് കരുതരുതെന്നും പിണറായി വിജയൻ പറഞ്ഞു. മോഹം എല്ലാവർക്കും ഉണ്ടാകാം, അതൊന്നും കേരളത്തിൽ നടപ്പാവില്ല. ഒരിടത്ത് പോലും BJP 2ാം സ്ഥാനത്ത് വരില്ല. ലോക നിലവാരത്തിലുള്ള കേരളത്തെയാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ നിലവാരത്തിലേക്ക് എത്തിക്കുന്നതെന്ന് മോദി പറയുന്നത്. എല്ലാം അറിയുന്ന മലയാളികളുടെ മുന്നിൽ നിന്നാണ് മോദി ഈ പരാമർശം നടത്തുന്നത്. കരിവന്നൂർ ബാങ്ക് വിഷയത്തിൽ മോദിയുടെ വിമർശനത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി കഴിഞ്ഞു. കരിവന്നൂരിലെ വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ സഹകരണ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. ഒപ്പം കേരളത്തിൽ ഒരിടത്തും BJP 2ാം സ്ഥാനത്ത് പോലും എത്തില്ലെന്നും ഇരിങ്ങാലിക്കുടയിൽ വെച്ച് നടന്ന LDF പ്രചരണ യോഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞു.